സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ അവരോട് ദൈവം ചോദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കണ്ണൂരിൽ നടന്ന LDF കൺവെൻഷനിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. 2 വർഷത്തിനകം പെൻഷൻ 1500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവും മന്ത്രി നടത്തി. സംസ്ഥാനത്തെ 51 ലക്ഷം പേർക്ക് പിണറായി സർക്കാർ സ്വന്തം വീടുകളിൽ ക്ഷേമ പെൻഷൻ എത്തിച്ചു നൽകുന്നുണ്ട്. 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 1200 രൂപയാക്കി ഉയർത്തിയത് LDF സർക്കാരാണ്. ഈ പണവും വാങ്ങി LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ അവരോട് ദൈവം ചോദിക്കുമെന്നും മന്ത്രി കടകംപള്ളി പറഞ്ഞു. 600 രൂപ 1200 രൂപയാക്കി മാറ്റി പെൻഷൻ വീട്ടിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന പിണറായി വിജയന് ഒരു വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ദൈവം ചോദിക്കുന്നവരോട് പറഞ്ഞാൽ. കണ്ണൂർ വെള്ളാവിൽ LDF സംഘടിപ്പിച്ച ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. 2 വർഷത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ 1500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവും മന്ത്രി ചടങ്ങിൽ നടത്തി. മന്ത്രിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്ഷേമ പെൻഷൻ ആദ്യമായിട്ടല്ല കേരളത്തിൽ വിതരണം ചെയ്തത്. എല്ലാ ഗവൺമെന്റുകളും ക്ഷേമ പെൻഷൻ കൊടുക്കാറുണ്ട്. ഒരു മന്ത്രി ഇങ്ങനെ പറയുന്നത് വോട്ടർമാരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് സംബന്ധിച്ചുള്ള ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കണ്ണൂർ.